അപ്പൊ നമുക്ക് ആന്റിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാം. ഹായോ, അപ്പൊ നമ്മൾ ബാംഗ്ലൂരാണ് ഉള്ളത്. സാറ്റർഡേ മോർണിംഗ് നമ്മൾ ഇവിടെ എത്തി. ഇന്ന് സൺഡേ ആണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ മുന്നേ വന്ന സമയത്ത് എനിക്ക് ആകെ പരിചയമുള്ളൊരു ആളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, മമത എന്നാണ് പേര്. അപ്പോൾ അവരെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ബാംഗ്ലൂർ എത്തി എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്താണ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളെ കാണണം എന്നൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും കോൾ ചെയ്യുമ്പോൾ ചോദിക്കും എപ്പോഴാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ വരാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് മന്ത് വരും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഇന്നലെ എത്തിയ സമയത്ത് ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടില്ല നമ്മളുടെ എത്തിയ കാര്യം. അപ്പൊ നമുക്ക് ആന്റിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാം. ആന്റിന്റെ അടുത്ത് അവരടുത്ത് പറഞ്ഞിട്ടില്ല വന്ന കാര്യം. അപ്പൊ നമ്മൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് അവരെ കോൾ ചെയ്യും. നമ്മൾ ആന്റിനെ വിളിക്കാൻ പോവാണ് കേട്ടോ. ആമിന്റെ അടുത്ത് പറയാം, എന്നാലും ആമി വിളിക്കത്തുള്ളൂ. നമ്മള് ആ ആന്റിനെ കോൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് വിളിച്ചിട്ട് പറയൂ പപ്പ വന്നിട്ടുണ്ട്, പപ്പ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, പപ്പന്റെ കയ്യിൽ നമ്മളൊരു സ്വീറ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ പപ്പ ആന്റിക്ക് തരാനായിട്ട് ആന്റിയുടെ വീട്ടിൽ വരും. അപ്പോ ആന്റി ഉള്ളത് അവരുടെ വീട് 2 സ്റ്റെയർ ആയിട്ടാണ്. അപ്പോൾ ആന്റിന്റെ അടുത്ത് താഴെ ഗേറ്റിന്റെ അടുത്ത് വരാനായിട്ട് പറയും. ഓക്കെ, ഡൺ. സ്പീക്കറിലേക്കല്ലേ? ஹலோ, எப்படி இருக்கு? அது இல்ல, ஹஸ்பண்ட் இங்க வந்திருக்கு, பெங்களூர்ல இருக்கு. சந்தீப் അടുത്ത മാസം ആമി സംഭവിക്കാത്ത കാരണം നമുക്ക് ഫുൾ കോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സർപ്രൈസ്ഡ് ആവോ ഇല്ലയോ എന്നുള്ളത് കാണാം. നമ്മളവർ വെയിറ്റ് ചെയ്യാണ്. കോൾ ചെയ്തിട്ടുണ്ട്, താഴെ വരാൻ പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് നേരിട്ട് കാണാം കേട്ടോ. ஹாய், நல்லா இருக்கேன். எப்படி இருக்கீங்க? நல்லா இருக்கேன். ஹாய். லேட்டா மார்னிங்கா? இல்ல. சூப்பர் சூப்பர் வாங்க. வாடச்சில கொஞ்சம்
സോ നിങ്ങൾ കണ്ടു കാണും, അവർ ഭയങ്കരമായിട്ട് അവർക്ക് ഹാപ്പിയായി, സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. സന്ധ്യ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സ്വീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ, അപ്പോൾ സ്വീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്ക് എന്തോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരത് കട്ട് ചെയ്തിട്ട് അവരുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറഞ്ഞു. അതായത് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഇഷ്ടമാണ്, നമ്മൾ കൊണ്ടുവന്ന സാധനം നമ്മളുടെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. ഓരോ സ്ഥലത്തെ രീതികളും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. ഓക്കെ, അവരുടെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ കൊടുത്തു. എന്തായാലും അവരെല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. വീട് മീൻസ് ഒരു വീടാണെങ്കിലും അവർ ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലാണ് ഓരോരുത്തർ താമസിക്കുന്നത്. അവിടെ ഒരു ഫ്ലാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു വീട് പോലെ തന്നെയാണ്. സെയിം ഇത് അവരുടെ സ്വന്തം വീട് തന്നെയാണ്. ബട്ട് താഴത്തെ നിലയിൽ അച്ഛനും അമ്മയും, പിന്നെ നെക്സ്റ്റ് ഫ്ലോറിൽ അവരുടെ ഒരു ബ്രദറും ഫാമിലിയും, അതിൻ്റെ മുകളിലത്തെ ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഇവരുടെ വീടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി മക്കളായിട്ടൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി. അപ്പോൾ ഇവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ 2 ആൺകുട്ടികളാണ്. ബാക്കി ആ ഒരു ബോയും പെൺകുട്ടിയും വരുന്നത് അവരുടെ ബ്രദറിൻലോൻ്റെ മക്കളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചായ അങ്ങനെ സ്നാക്സൊക്കെ തന്നു. അവരെന്തായാലും അവർക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. കാരണം ഞാൻ മുൻകൂട്ടി പറഞ്ഞില്ല. കാരണം അവരിപ്പോൾ ജോബിന് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒട്ടും ഫ്രീ ഇല്ല. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞത് സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരുന്നത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അവർക്ക് ലീവ് എടുക്കുക എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് കാരണം ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ല. കാരണം അവർ സൺഡേയ്സിലാണ് മാക്സിമം ക്ലീനിങ് ഒക്കെ ചെയ്യുക. ഞാൻ വന്ന സമയത്ത് അവരിതുപോലെ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പരാതി കൂടെ ഉണ്ട് അവർക്ക്. എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഡിന്നറിന് വായോ, നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കാം, നമ്മുടെ സ്റ്റൈലിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം, ബിരിയാണി വെക്കാം, ഡിന്നർ ഇവിടെ നിന്ന് ആക്കാം, വായോ എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓക്കെ എന്നാൽ വരാം എന്ന് പറഞ്ഞു. ഞാൻ കുറേ വേണ്ടാന്നൊക്കെ പറഞ്ഞു, പക്ഷേ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ അവരുടെ വീട്ടിൽ ഡിന്നറിന് പോയി. ഞാനും മാമിയും കൂടെ പോയി. സന്ദീപിന് ഓഫീസ് ഉണ്ടായ കാരണം, വർക്ക് ഉണ്ടായിരുന്നു ഓഫീസിൽ, അത് കാരണം വരാൻ പറ്റിയില്ല. അപ്പം ഞാനും ആമിയും കൂടെ ഡിന്നറിന് പോയി. ആ വിശേഷം കൂടെ കാണിച്ചു തരാം. മക്കളെന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആമിയുടെ കൂടെ കളിക്കാനൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അവരെങ്ങനെയാണ് ആമീൻ്റെ കൂടെ എത്രത്തോളം അവർ എൻജോയ് ചെയ്ത് കളിക്കുന്നു. ഓരോ കാര്യങ്ങളും പുതിയ ഗെയിംസൊക്കെ ആമിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് ഇതുപോലെ കളിക്കാൻ ലാംഗ്വേജിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവരേത് ഭാഷയാണെങ്കിലും അവരുടെ കുട്ടികളുടേതായിട്ടുള്ളൊരു ഭാഷയുണ്ടല്ലോ, അത് വെച്ച് അവരുടെ കളികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. അപ്പുറത്ത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു വിശേഷം കൂടെ കാണാം കേട്ടോ. ഓക്കെ, இது வேண்டாம், நல்லாவே இல்லை கிச்சன். எனக்கு காசு தான், பட் முடியல. ആമി അതാ ഏട്ടാ ഊതി തരും. ആ జొన్నె బిర్యానీ, జొన్నె బిర్యానీ. జొన్నె బిర్యానీ, ఓకే, కర్ణాటక స్టైల్ బిర్యానీ. ഇത് തേങ്ങാപ്പാൽ അതിൽ ഊത്തണം. ഓക്കെ, ബിരിയാണിയില്ല. ഓ, തേങ്ങ അത് കട്ട് പണ്ണത്. നമ്മളെ ചിരവും ശിവർക്ക് മറ്റേ ചിരവുന്ന സംഭവം ഇല്ലാത്ത കാരണം അവർ കട്ട് ചെയ്തിട്ട് കട്ട് പണ്ണി തേങ്ങാപ്പാൽ. ഓക്കെ, മിക്സിയില് జొన్నె బిర్యానీ, ജൊന്നെ బిర్యానీ. ഓക്കെ, ఓకే, நீ சொல்லு, நான் வேண்டாம், நீ சொல்லு. சொன்னதா அது சரியா வேண்டாம், இல்லைன்னா நீ சொல்லு. நான்
pocket full of roses. Husha, wusha, all fell down. കൊടുക്ക് കൊടുക്ക് ആമി കൊടുക്ക് കൊടുക്ക് ബലൂൺ വേൽപ്പിച്ചരും പാവല്ലേ കൊടുക്ക് ആ ആ ആ ഓക്കെ അതാ കണ്ടേ പറ കണ്ടേ ഞാനുണ്ടോ ഈ ഓണിയൻ പുതിന പുതിന ഓക്കെ അടുത്തത് ടൊമാറ്റോ ടൊമാറ്റോ ഓ എന്തി ആ yoga hasina. Yoga hasina. No yoga hasina. Hey, kiri karo. அப்புறம் சூடு பண்ணணுமா இது வேண்டாம் ಯಾರೋ ದಿಕ್ರಿ ಟಾರ್ಗೆಟ್ ಶಿವಣ್ಣ ಓಕೆ 1 2 1 ಶೂಟ್ gimme I will run biryani is ready மிக்ஸ் பண்ணணும் தோசை நானே சொல்றேன் சேட்டா சேச்சியா வாவ் பரவுஞ்சா சூடு பண்ணுமா ഏയ് തയ്യാറാക്കിക്കോ ഏയ് കിരിച്ചു പേടല്ലോ വേണ്ട അവരെ വേണ്ട ഓ ഉമ്മ എടുത്തു ചേച്ചിക്ക് ഗ്രീൻ ബിരിയാണി ഇത് അത് ചിക്കൻ சிக்கன் மிக்ஸ் பண்ணலையா பண்ணிருக்கேன் இது எக்ஸ்ட்ரா கிரேவி அதோட அப்படிதான் லைக் தட்
Ami. Ami. അണ്ണൻ അണ്ണൻ കൊടുക്കും. Ami. Inga kuchava. കൊടുക്ക്. അണ്ണന് വലിയ പസങ്ങൾക്കെല്ലാം ഇല്ല. Ami inga kuchava. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവർക്കും പോകുന്ന സമയത്ത് ഭയങ്കര വിഷമമായി, മക്കൾക്കൊക്കെ ഭയങ്കര വിഷമമായി. നിങ്ങൾക്ക് കാണാം അത്രയ്ക്കും സ്നേഹമായിരുന്നു എല്ലാവർക്കും. ആമീനെ കണ്ട സമയത്ത് ഉമ്മ വയ്ക്കലും ഫുൾ ടൈം ഉമ്മ വയ്ക്കലായിരുന്നു. ആമീനെ കിട്ടിയപ്പോൾ അവർക്ക് എന്തോ ഒരു എന്താ പറയുക, ഒരു കുട്ടീനെ പെട്ടെന്ന് കണ്ട സമയത്ത് ആമീനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഫുൾ ടൈം കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലും അവളുടെ കൂടെ കളിക്കാനായിരുന്നു എല്ലാവർക്കും. അവിടെ നിൽക്കാൻ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. സോ ഇതാണ് ഇന്നത്തെ വിശേഷം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.